കല്ലുമ്മക്കായ അച്ചാറാണ്. അതിന് വേണ്ടത് കല്ലുമ്മക്കായി ഫ്രൈ ചെയ്തെടുക്കുക. സാധാരണ ഫ്രൈ ചെയ്യുന്ന പോലെ മുളകും മഞ്ഞളെല്ലാം ഇട്ട് ഒന്ന് ഡ്രൈ ആക്കി ഫ്രൈ ചെയ്തെടുക്കുക. പിന്നെ വെളുത്തുള്ളി, കറിവേപ്പില, ഇഞ്ചി, അച്ചാർപ്പൊടി, പച്ചമുളക്, ഉപ്പ്, നല്ലെണ്ണ യൂസ് ചെയ്യുന്നത് അച്ചാർ കേടാവാതിരിക്കാൻ വേണ്ടിയാണ്. പിന്നെ വിനാഗിരി, പിന്നെ മുളക് പൊടിയും മഞ്ഞൾപ്പൊടിയും. ഇങ്ങനെ ഉണ്ടാക്കുന്നത് നോക്കാം. പാന് ചൂടായ നമുക്ക് നല്ലെണ്ണ ഒഴിച്ച് ഇതെല്ലാം വഴറ്റിയെടുക്കാം. ചൂടായ ഞാനൊരു 1/2 kg ആണ് കല്ലുമ്മക്കായ എടുത്തത്. അപ്പോൾ നമുക്കിത് ഒരു ഹാഫ് ബോട്ടിലെടുക്കാം. നല്ലെണ്ണ, ജിഞ്ചില്ലി ഓയിൽ എന്ന് പറയും. ഒരു മുക്കാൽ എണ്ണ ഒന്ന് ചൂടായ മുട്ടയിൽ വഴറ്റാം. നല്ലെണ്ണ യൂസ് ചെയ്താൽ അച്ചാർ കേടാവാതെ നിൽക്കുന്നു പറയും. ഇതിലേക്ക് ഇഞ്ചി ആഡ് ചെയ്യാം. പിന്നെ വെളുത്തുള്ളി, ഇഞ്ചി, വെളുത്തുള്ളി, പച്ചമുളകെല്ലാം നന്നായി വഴറ്റിയാൽ നമുക്ക് അച്ചാർ ഇന്ന് തന്നെ യൂസ് ചെയ്യാം. ഇല്ല അധികം വഴറ്റാതെയാണെങ്കിൽ 2 ദിവസമൊക്കെ വെച്ചാൽ നല്ല പാകമായി വരും. പച്ചമുളക് ആഡ് ചെയ്യാം. ഞാൻ ഇത്രയധികം സാധനങ്ങൾ യൂസ് ചെയ്യുന്നതെന്ന് വെച്ചാൽ കല്ലുമ്മക്കായ ക്വാണ്ടിറ്റി കുറവായിരിക്കും, അപ്പോൾ അച്ചാർ ക്വാണ്ടിറ്റി കുറയും. അപ്പോൾ ഇത്ര അധികം സാധനങ്ങൾ നമ്മൾ ആഡ് ചെയ്താൽ അച്ചാർ കുറച്ച് ക്വാണ്ടിറ്റി കൂടും. നന്നായി വഴറ്റാം. ഇതിലേക്ക് കറിവേപ്പില ആഡ് ചെയ്യാം. പിന്നെ ഉലുവ, കടുക് വറുത്ത് പൊടിച്ച് അച്ചാറിലിടും സാധാരണ. അതിപ്പോൾ ഞാൻ പുറത്തത് ചേർക്കുന്നില്ല, കാരണം അത് അച്ചാർ പൊടിയിൽ ഉണ്ടാകുന്നത് കൊണ്ട് അത് പുറത്തുനിന്ന് ആഡ് ചെയ്യുന്നില്ല. ഇതൊരു ടേസ്റ്റ് പോലെ ഉലുവ കൂടുതലായിട്ട് വേണമെന്നുള്ളവർ ഉലുവ വറുത്ത് പൊടിച്ച് അച്ചാറിൽ ആഡ് ചെയ്യാം. ഇനി അച്ചാർ പൊടി ആഡ് ചെയ്യാണ്. ഇത് ഒരു 3 ടേബിൾ സ്പൂൺ അച്ചാർ പൊടിയാണ്. അതും ഓരോരുത്തരുടെ ടേസ്റ്റ് പോലെ കൂടുതൽ ഈ ഒരു ടേസ്റ്റ് ഇഷ്ടപ്പെടാത്തവർ കുറച്ചെടുത്താൽ മതി. നന്നായി ആ ഒരു പച്ചമണം മാറട്ടെ. കുറച്ച് ഞാൻ കാശ്മീരി ചില്ലിയാണ് യൂസ് ചെയ്യുന്നത്. ഒരു 2 ടീസ്പൂൺ, ഒരു എരിവ് പോലെ. പിന്നെ 1 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ആഡ് ചെയ്യാം. പിന്നെ നമുക്കിതിലേക്ക് വിനാഗിരി ആഡ് ചെയ്യാം.
നോക്കിയിട്ട് ആഡ് ചെയ്യാം. ഞാനിപ്പോൾ കുറച്ചാണ് അച്ചാർ ഉണ്ടാക്കുന്നത്. നിങ്ങൾ കൂടുതൽ വേണമെന്നുണ്ടെങ്കിൽ സാധനങ്ങളെല്ലാം അതിനനുസരിച്ച് കൂട്ടി ഇതുപോലെ ചെയ്താൽ മതി. ഇനി ഉപ്പ് ആഡ് ചെയ്യാം. സുർക്കിടുന്നത് കാരണം ഉപ്പ് നോക്കി ആഡ് ചെയ്യണം, പുളിപ്പുണ്ടാവും. ഒന്ന് തിളച്ച് വരട്ടെ. നല്ലൊരു സ്മെല്ല് വരുന്നുണ്ട്. അച്ചാർ പൊടിയുണ്ട്. കല്ലുമ്മക്കായ ആഡ് ചെയ്യുന്നതിന് മുമ്പ് നല്ല സ്മെല്ലാണ് വരുന്നത്. നമുക്ക് ഇതിലേക്ക് ഫ്രൈ ചെയ്ത് വെച്ച് കല്ലുമ്മക്കായ ആഡ് ചെയ്യാം. 1/2 kg കല്ലുമ്മക്കായാണ്. ആ ഫ്രൈ ചെയ്ത ഓയിലോട് കൂടി ഒഴിച്ച് കൊടുക്കാം. ഒന്ന് തിള വന്ന ശേഷം ഓഫ് ചെയ്ത് വെക്കാം. തണുത്ത് കഴിഞ്ഞാൽ നന്നായി തണുത്ത് കഴിഞ്ഞാൽ നമുക്ക് കുറച്ചുകൂടി നല്ലെണ്ണ ആഡ് ചെയ്യാം. നമ്മുടെ കല്ലുമ്മക്കായ അച്ചാർ റെഡിയായിട്ടുണ്ട്. നല്ല തണുത്തതിന് ശേഷം മാത്രമേ ബോട്ടിലേക്ക് ഒഴിച്ചു വെക്കാൻ പാടുള്ളൂ, അല്ലെങ്കിൽ അച്ചാർ കേടായി പോകുന്നതാണ്. എല്ലാവരും ട്രൈ ചെയ്യുക. കല്ലുമ്മക്കായ അച്ചാർ റെഡി.